കനൽ വഴികളിലൂടെ ഇന്ത്യ കോമൺവെൽത്ത് ട്രേഡ് കമ്മീഷണർ ആയ അങ്കമാലിയുടെ സ്വന്തം ശ്രീ ഡോക്ടർ വർഗീസ് മൂലൻ്റെ ജീവിതത്തിലൂടെ എപ്പിസോഡ് 1. അദ്ദേഹത്തിൻ്റെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഹൃദയ ശസ്ത്രക്രിയ അനേകർക്ക് കൈത്താങ്ങും പുതുജീവനുമായ കാരുണ്യത്തിൻ്റെ യാത്ര നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ഡിസ്ട്രിക്ട് 63 ന്യൂസ് അങ്കമാലി. അതോടനുബന്ധിച്ച് 60 കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലായിട്ട് ചേർന്നിട്ടാണ് ആദ്യത്തെ നടത്തിയത്. അപ്പം അതിനൊരു കാരണമുണ്ട്, അത് തുടങ്ങാനായിട്ടൊരു കാരണമുണ്ട്. ഒരു സമയം ആ ഒരു കാലഘട്ടങ്ങളിൽ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ സമൂഹ വിവാഹമായിരുന്നു അന്നത്തെ ട്രെൻഡ് എല്ലാവരും. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു 100 കുട്ടികളുടെ സമൂഹ വിവാഹം, ഒരു 50 ദമ്പതികളുടെ, അത് 100 പേരുടെ സമൂഹ വിവാഹം നടത്താനായിട്ട്, അത് മകൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിന് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിവാഹത്തിന് ഇൻവൈറ്റ് ചെയ്യാനും ഈ ചാരിറ്റിയുടെ വിങ് ഉദ്ഘാടനം ചെയ്യാനുമായിട്ട് അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ മാനേജിങ് ഡയറക്ടർ ഡോക്ടർ പ്രതാപ് റെഡ്ഡിനെ വിളിക്കാനായിട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, നമ്മുടെ ചാരിറ്റിയുടെ സമൂഹ വിവാഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ചെറിയൊരു ചോദ്യം ചോദിച്ചു, നിങ്ങളിപ്പോൾ ഇത്രയും പേരുടെ വിവാഹം നടത്തിയിട്ടുണ്ട്, 50 പേരുടെ വിവാഹം നടത്തിയിട്ടുണ്ട്, കുറച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിയുമ്പോൾ ആദ്യത്തെ 6 മാസം 1 വർഷം നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് അവരത് ജീവിച്ചു പോകും. അത് കഴിഞ്ഞ് കുറച്ചെങ്കിലും പേർക്ക് അവർ തമ്മിലൊരു ഉടക്കുണ്ടാക്കുമല്ലോ. ആ ഉടക്കുണ്ടാക്കുമ്പോൾ അവരെന്തായിരിക്കും പറയാൻ പോവുക? എന്ന് വെച്ചാൽ എന്താ പറയാൻ പോകുന്നവർ? ഭർത്താവ് ആദ്യം പറയാൻ പോകുന്നത് എന്താണ്? നിന്നെ എൻ്റെ തലയിൽ കെട്ടി വെച്ചവനെ കിട്ടേണ്ട പണിയാണ് ആദ്യമായിട്ട് അവർ പറയാൻ പോവുക. അപ്പോൾ മറ്റോളും പറയുന്നത്, നിങ്ങളെ എന്നുമായിട്ട് ബന്ധിപ്പിച്ച അമ്മമാരെ വേണം ശരിയാക്കാൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ആ നെഗറ്റിവിറ്റി നമുക്കായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണ് പറഞ്ഞത്, ഈ സമൂഹ വിവാഹത്തിൻ്റെ പരിപാടിക്ക് പോകാതെ നിങ്ങൾ കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യാൻ നോക്കും. അത് ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഒരു ഹാർട്ട് സർജറി ചെയ്യും, ഒരു കുട്ടിയുടേത് വന്നു കഴിഞ്ഞാൽ ആ ജീവിതകാലം മുഴുവൻ ആ കുട്ടിക്ക് പിന്നെ ഹൃദയത്തിന് ഒരു അസുഖം വരില്ല. ആ കുടുംബത്തിൻ്റെ ജീവിതകാലം മുഴുവനും അത്ര വലിയൊരു സാമ്പത്തിക ബാധ്യതയിൽ നിന്നാണ് നിങ്ങൾ രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് നമുക്ക് ഈ ഹാർട്ട് സർജറിയുടെ പ്രോജക്റ്റ് വരുന്നത്. അപ്പോൾ തന്നെ അവിടെ വെച്ച് തന്നെ നമ്മൾ 60 ഹാർട്ട് സർജറി ചെയ്യാനുള്ള അവിടെ ഡിക്ലെയർ ചെയ്തു. അങ്ങനെയാണ് മോൻ്റെ വിവാഹത്തോടനുബന്ധിച്ച് 60 കുട്ടികളുടെ അന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിറ്റേ വർഷം കമ്പനിയുടെ 30ാം വാർഷികം 85 സ്റ്റാർട്ട് ചെയ്തു. 2015 30ാം വാർഷികാഘോഷിച്ചപ്പോൾ വീണ്ടും 60 കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ അത് അമൃതയിൽ, എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ ചെയ്തു. അത് കഴിഞ്ഞ് 2016 മകളുടെ വിവാഹം നടന്നു. ആ വിവാഹത്തോടനുബന്ധിച്ച് 103 കുട്ടികളുടെ 100 കുട്ടികളാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. 100 കുട്ടികളുടെ ഇവിടെ ലിസി ഹോസ്പിറ്റലായിട്ടാണ് ചെയ്തത്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇതേപ്പറ്റി അറിയാവുന്ന മറ്റേ ആഫ്രിക്കയിലെ ലൈബീരിയയുടെ പ്രസിഡന്റ് എന്നെ ഒരു ദിവസം ഇങ്ങനെ വിളിച്ചു. അവിടുത്തെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ 2-3 കുട്ടികൾ ഭയങ്കര സീരിയസ് ആയിട്ട് കിടക്കാണ്, ഹാർട്ട് സർജറി ആയിട്ട്. അവർക്കത് ചെയ്യാനായിട്ട് നിർത്തിയില്ല. ഹാർട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റുമെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഉൾപ്പെടുത്താം, എന്നാൽ അവരെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇത് ചെയ്തു. അപ്പോൾ അവിടുത്തെ റോട്ടറി ക്ലബ്ബാണ് അത് അറേഞ്ച് ചെയ്തിട്ട് ആ കുട്ടികളെ ട്രാൻസ്പോർട്ടേഷൻ അവിടെ ഫ്ലൈറ്റെല്ലാം അറേഞ്ച് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ ട്രീറ്റ് ചെയ്ത്, എന്നിട്ട് അത് അവർ ആ രോഗം അന്ന് മാറി. 2017 എൻ്റെ ഓർമ്മ, അതായത് ജനുവരി 1-ാം തീയതി ആ കുട്ടികളെ അസുഖമെല്ലാം മാറി. അവരുടെ അമ്മമാരും അപ്പന്മാരും എല്ലാം കൂടെ ചേർന്ന് അന്നത്തെ ആരോഗ്യമന്ത്രി ആയിരുന്ന മറ്റേ
ഷൈലജ ടീച്ചർ, പിന്നെ അവിടുത്തെ കർദിനാൾ പിതാവ്, കർദിനാൾ ജോർജ് ആൽജരി പിതാവ്, അങ്ങനെ എല്ലാവരോടും കൂടി അന്നത്തെ പുതുവർഷം കേക്ക് ആ കുട്ടികളെ കൊണ്ട്, ആഫ്രിക്കൻ കുട്ടികളെ കൊണ്ട് അവരെ കൊണ്ട് കേക്ക് മുറിപ്പിച്ച് ആണ് ഞങ്ങൾ ആഘോഷിച്ചത്. ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഭയങ്കര വിജയത്തിന് നാഴികക്കല്ലായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. അപ്പം അത് കഴിഞ്ഞ് സിനിമ ഡിക്ലെയർ ചെയ്തു. അങ്ങനെ ഏതാണ്ട് 200 എത്രയായി, 1, 2, 60 അവിടെ, 100 അവിടെ, 320. അത് കഴിഞ്ഞിട്ട് പിന്നെ സിനിമയുടെ അത് വന്നു കഴിഞ്ഞു. സിനിമ റിലീസായി കഴിഞ്ഞപ്പോൾ നമ്മൾ 60 കുട്ടികളുടെ ഹാർട്ട് സർജറി അത് ആസ്റ്റർ ഹോസ്പിറ്റലായിട്ടാണ് ചെയ്തത്. ആസ്റ്റർ ഹോസ്പിറ്റലിൽ ആയിട്ട് ചെയ്ത് അങ്ങനെ 60 കുട്ടികളുടെ അതിൻ്റെ വിജയാഘോഷത്തിന് ആ ഹാർട്ട് സർജറിയിൽ സർജറി കഴിഞ്ഞ് സുഖം പ്രാപിച്ച 60 കുട്ടികളെയും കൊണ്ടാണ് നമ്മൾ മറ്റേ അതിൻ്റെ സിനിമയുടെ വിജയം ആഘോഷിച്ചത്. ദേശീയ അവാർഡ് കിട്ടിയ ആഘോഷം ഇവിടെ അറ്റ്ലൻസിൽ വെച്ച് ആഘോഷിച്ചത്. അപ്പം അങ്ങനെ 280 കുട്ടികളുടെ കഴിഞ്ഞു. ഇപ്പം അത് കഴിഞ്ഞ് 40 കുട്ടികളുടെ വീണ്ടും ആസ്റ്റർ ഹോസ്പിറ്റലായിട്ട് നമ്മൾ 40-ാം വാർഷികമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങി ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ആ 40 കുട്ടികളുടെ ഇപ്പോൾ ഹാർട്ട് സർജറി നടന്നുകൊണ്ടിരിക്കുന്നു ടീമായിട്ട്. അപ്പം അന്ന് അതിനോടനുബന്ധിച്ച് 60 കുട്ടികളുടെ ഹൃദയ ശസ്ത്രക്രിയ ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലായിട്ട് ചേർന്നിട്ടാണ് ആദ്യത്തെ നടത്തിയത്.